ഇവിടെ ഞാനിവിടെ 6 നാക്കുന്നു കേട്ടോ, 46 നാക്കുന്നു. ഇവിടെ 4 മാറും. ജസ്റ്റ് ഒന്നുകൂടി കാണിക്കാം. ഇന്നത്തെ ടോപ്പിക് എന്താണ്? ആവറേജ് ആണ്. ആവറേജിൽ ഫസ്റ്റ് കാര്യം എന്താ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാത്സിൽ ഒരു കുട്ടിക്ക് 50 മാർക്ക്, സയൻസിൽ 48, സോഷ്യൽ സ്റ്റഡീസിൽ 46 മാർക്ക് കിട്ടി. അപ്പോൾ ആ കുട്ടിയുടെ ടോട്ടൽ മാർക്ക് എത്രയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ടോട്ടൽ ചെയ്തു. ആവറേജ് എത്ര? ആ കുട്ടീൻ്റെ ആവറേജിനെ നമ്മൾ ഫുള്ളായിട്ട് AVERAGE അതാണ് ആവറേജിൻ്റെ സ്പെല്ലിങ്. പക്ഷേ നമ്മൾ സിമ്പിളായിട്ട് എഴുതാനായിട്ട് AVG എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. ആവറേജ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 144 ടോട്ടൽ ഉണ്ടല്ലേ, അത് ഡിവൈഡഡ് ബൈ ഇവിടെ എത്ര സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ അത്ര സബ്ജക്റ്റ്. സോ ടോട്ടൽ സബ്ജക്റ്റ് എത്രയാണ്? 3. സോ ഡിവൈഡഡ് ബൈ 3. സോ എത്രയായിരിക്കും ആവറേജ്? 144 ഡിവൈഡഡ് ബൈ 3. 3 കൊണ്ട് ഡിവൈഡ് ആവോ ഈ മേലത്തെ നമ്പർ 144? ആവും. എന്ത് കാരണം? 3 കൊണ്ടാവണമെങ്കിൽ ഈ നമ്പേഴ്സിൻ്റെ ഈ പറയുന്ന ഡിജിറ്റിൻ്റെ സമ്മ് കാണുക. 9 ആണ്. 9 3ൻ്റെ ടേബിളിൽ വരുമല്ലോ. അപ്പോൾ 144 3 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമല്ലോ. ഇനി ഹരിച്ച് നോക്കുക. 144നെ 3 കൊണ്ട് ഹരിച്ച് നോക്കുക. സോ 14 3 4 തവണയുണ്ട്, 12 വരും. ബാലൻസ് 2 24 3 8 തവണയുണ്ട്. അപ്പോൾ ആൻസർ വരുന്നത് 48. ഓക്കെ. സോ ഇവിടെ എഴുതി വെച്ചോളൂ. ആവറേജ് പറഞ്ഞാൽ ഓക്കെ, സം ഓഫ് ദി ഒബ്സർവേഷൻസ് divided by number of the observations. Okay, sum of the observation പറഞ്ഞാൽ nothing but എത്ര അവിടെ സബ്ജക്റ്റ് തന്നിട്ടുണ്ട്, നമ്മളവിടെ ആവറേജ് കാണാൻ പറഞ്ഞു, അത്രയും സബ്ജക്റ്റിൻ്റെ മാർക്സിനെ അതിലിപ്പോൾ 0 ഒരു സബ്ജക്റ്റിന് 0 ഉണ്ടെങ്കിലും അതും നമുക്ക് നമ്പർ ഓഫ് ഒബ്സർവേഷനിൽ കൊടുക്കണം കേട്ടോ. ശരി, അവിടെ ഇരിക്കട്ടെ, അത് ഓരോരോ പോയിൻ്റാണ് ഞാൻ പറയാം. പിന്നെ അപ്പോൾ എത്ര സബ്ജക്റ്റ് തന്നിട്ട് അതിൻ്റെ എല്ലാ മാർക്സും ആഡ് ചെയ്തിട്ട് വരുന്ന വാല്യൂ ഉണ്ടല്ലേ, ടോട്ടൽ വാല്യൂ, അതിനെയാണ് നമ്മൾ സം ഓഫ് ദി ഒബ്സർവേഷൻ പറയുന്നത്. അതാണ് 144. ഇനി നമ്പർ ഓഫ് ഒബ്സർവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സബ്ജക്റ്റ് അവിടെ തന്നിട്ടുണ്ട്? 3. അതാണ് നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ഇത് ഡിവൈഡായിട്ട് കിട്ടിയത് എത്രയാണ്? 48. ഇതാണ് നമ്മളുടെ ആവറേജ്. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? മനസ്സിലായി. ഇനി ആവറേജിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാളുടെ മാർക്ക്, എ പറഞ്ഞ പേഴ്സൻ്റെ മാർക്ക് തരുന്നു. ആ എ പറഞ്ഞ പേഴ്സന് ഒരു സബ്ജക്റ്റിൽ 47, ഇനി ഒരു സബ്ജക്റ്റിൽ 48, ഇനി ഒന്നല്ല 46, ഇങ്ങനെ 3 മാർക്ക് തരുന്നുണ്ട്. അപ്പം ഈ ടീച്ചർ വന്ന് ഇത് കറക്ഷൻ ചെയ്യുമ്പോൾ നോക്കുമ്പോൾ ഈ കുട്ടിയുടെ എല്ലാ പേപ്പറും ഹാൻഡ് റൈറ്റിംഗ് വളരെ ക്ലിയറായിട്ട് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. നല്ല കാണുമ്പോഴേ നീറ്റായിട്ടുണ്ട്. അപ്പോൾ ആ മിസ്സ് തീരുമാനിച്ചു എല്ലാറ്റിലും +2 മാർക്സ് ഇട്ട് കൊടുക്കണം എന്ന്. ഓക്കെ, എല്ലാറ്റിലും +2 മാർക്സ് ഇട്ട് കൊടുക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ഓൾറെഡി നമുക്ക് ആ ടീച്ചർ ടോട്ടൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും കുറച്ച് മാർക്ക്. എന്നിട്ട് അതിന് ഡിവൈഡഡ് ബൈ 3 ചെയ്തിട്ടുണ്ടാവും. എന്താ വെച്ചാൽ ഇവിടെ 3 സബ്ജക്റ്റ് അല്ലേ, അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ ആ ടീച്ചർ എന്ത് ചെയ്തു? ഇപ്പോൾ പുതിയതായിട്ട് 2 മാർക്ക്, എല്ലാറ്റിലും 2 മാർക്ക് ആ ടീച്ചർ നമ്മളിവിടെ ഇന്നത്തെ ടോപ്പിക്ക് ആവറേജ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ആവറേജ് എന്ന് പറയുമ്പോൾ സം ഓഫ് ദി ഒബ്സർവേഷൻ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. സം ഓഫ് ദി ഒബ്സർവേഷൻ പറഞ്ഞാൽ ഒരു 3 മാർക്ക് ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. മാത്സിൽ, സയൻസിൽ, സോഷ്യൽ സ്റ്റഡീസിൽ മേടിച്ച 3 മാർക്കുകളുടെ ലിസ്റ്റ് ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ സം ഓഫ് ദി ഒബ്സർവേഷൻ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. സം ഓഫ് ദി ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം എന്ന് പറഞ്ഞാൽ ടോട്ടൽ എന്നാണ്. അപ്പോൾ ഈ 3 മാർക്കിൻ്റെ ടോട്ടൽ എടുക്കുക. അപ്പോൾ 144 വന്നത്. ആവറേജ് കണ്ടെത്തണമെങ്കിൽ 144 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ എത്ര ഇവിടെ സബ്ജക്റ്റ് വന്നിട്ടുണ്ടോ അതിനെ പറയുക. അപ്പോൾ എത്ര സബ്ജക്റ്റ് വന്നിട്ടുണ്ട്? 3 സബ്ജക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഡിവൈഡഡ് ബൈ 3. അങ്ങനെ ചെയ്തപ്പോൾ 48 കിട്ടി. ഇതാണ് നമുക്ക് ആവറേജ്. ഓക്കെ, ഇങ്ങനെ ഇരിക്കെ ഫസ്റ്റ് കേസ് നമ്പർ 1 എന്താണെന്ന് വെച്ചാൽ, കേസ് നമ്പർ 1 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു
ക്ലൂ ആണിത്, ഇല്ലെങ്കിൽ ഒരു ട്രിക്കാണ്, അല്ലെങ്കിൽ ഒരു പോയിന്റ്, എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ പഠിച്ചു വയ്ക്കാം. അപ്പോൾ ഒരു കുട്ടിക്ക് മാർക്ക് കിട്ടിയത് മാത്സിൽ ഇത്ര, സയൻസിൽ ഇത്ര, സോഷ്യൽ സ്റ്റഡീസിൽ ഇത്ര. ഇപ്പോൾ ആ കുട്ടിയുടെ ആവറേജ് എത്രയാണെന്ന് ഞാൻ കണ്ടെത്താൻ പോവുകയാണ്. സോ 7 + 8 15, 15ഉം 6ഉം 21, ഇവിടെ 2, 6, 10, 14. അപ്പോൾ ആ കുട്ടിക്ക് കിട്ടിയ മാർക്ക് 141. കുട്ടിയുടെ ആവറേജ് കണ്ടെത്തണം. സോ ഈ കുട്ടിയുടെ ആവറേജ് എന്ന് പറയുന്നത് 141 ഡിവൈഡഡ് ബൈ 3 എന്ന് ഞാൻ ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, 3 എന്ന് ഇട്ട് കൊടുക്കണം. ഇത് ഡിവൈഡ് ചെയ്തിട്ട് വാല്യൂ എത്ര വരും എന്ന് പറയൂ. 141നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര വരും എന്ന് പറയൂ. നാപ്പത്തേഴ്. 47. കറക്റ്റ്. 38 അല്ല, 47 കറക്റ്റ് ആൻസർ. 141നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ അടിക്കുക വേണ്ടി. നിങ്ങൾ 5ാം ക്ലാസ്സിലെ പഠിക്കുന്നത്. ഇനിയും ഡിവിഷൻ ചെയ്യാൻ, അത് നോർമൽ നമ്പർ ഡിവിഷൻ ചെയ്യാൻ അറിയില്ലെങ്കിൽ നല്ല എന്താ പറയുക, ചോറിലെടുത്ത് തരണം നല്ല അടി. അടുത്തുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ചെവിയിൽ പിച്ചേനെ ഞാൻ. സോ ആദ്യം 1ൽ 3 ഇല്ല, 14ൽ 3 4 തവണയുണ്ട്, 12 വരും, ബാലൻസ് 2. ഈ 1നെ ഇറക്കിയിട്ടു. 21ൽ 3 7 തവണയുണ്ട്, കഴിഞ്ഞു. 47 ആൻസർ കിട്ടിയത്. അപ്പോൾ ഈ കുട്ടിയുടെ ഫസ്റ്റത്തെ ആവറേജ് എന്ന് പറയുന്നത്, ആവറേജ് നമ്പർ 1 എന്ന് പറയുന്നത് 47 ആയിരുന്നു. പിന്നെ ആ ടീച്ചർ കറക്ഷൻ ചെയ്തപ്പോൾ, പിന്നെ ടീച്ചർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ കുട്ടികളോട് പറയുകയാണ്, ഈ കുട്ടിക്ക് എല്ലാറ്റിലും നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ളത് കാരണം ഞാൻ എല്ലാ സബ്ജക്റ്റിലും +2 മാർക്ക് ആഡ് ചെയ്തു. എല്ലാ സബ്ജക്റ്റിലും എല്ലാ പേപ്പറിലും ആ കുട്ടി വൃത്തിയായിട്ട് ചെയ്തത് കാരണം കുട്ടിക്ക് +2 മാർക്ക് ആഡ് ചെയ്തു. എല്ലാറ്റിലും 2 മാർക്ക് ആഡ് ചെയ്തു പറയണം. അപ്പോൾ ഈ കുട്ടിയുടെ ആവറേജ് കിട്ടിയത് എന്തോ 47 മാർക്കാണ്. ഇപ്പോൾ പുതിയ മാർക്കല്ലേ വന്നത്. ഇതിലിപ്പോൾ 49 ഇതിലിപ്പോൾ 50 ഇതിലിപ്പോൾ 48 അപ്പോൾ നമുക്ക് വീണ്ടും ആവറേജ് കണ്ടെത്തണം അല്ലേ. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ആവറേജ് കണ്ടെത്തുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ സബ്ജക്റ്റിലും, നോട്ട് ദിസ് പോയിൻറ്റ്, എല്ലാ സബ്ജക്റ്റിലും 2 മാർക്ക് കൂട്ടിയിട്ടു. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ പഴയ ആവറേജ് ഉണ്ടല്ലേ, ഇതിൻ്റെ കൂടെ ഒരു 2നെ ആഡ് ചെയ്തിട്ടാൽ കാര്യം കഴിഞ്ഞു. 49 ആയിരിക്കും ന്യൂ ആവറേജ്. മനസ്സിലായോ? ഈ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഇതേ മാർക്ക് ഞാൻ വെച്ചിട്ട് തന്നെ വേറൊരു കാര്യം പറഞ്ഞുതരാം. മാത്സിൽ ഇത്ര, സയൻസിൽ 49, സോഷ്യൽ സ്റ്റഡീസിൽ 48. ഇത്ര മാർക്ക് മേടിച്ച ഒരു കുട്ടിയുടെ ആവറേജ് നമുക്കറിയാം 47 ആണെന്ന്, പഴയ ആവറേജ്. അപ്പോൾ ഈ കുട്ടിയുടെ പേപ്പർ നോക്കുമ്പോൾ കുട്ടിയുടെ ഹാൻഡ് റൈറ്റിംഗ് ഒന്നും വൃത്തിയില്ല. അപ്പോൾ മിസ്സ് വിചാരിക്കുകയാണ് എല്ലാറ്റിലും -2 ചെയ്യണമെന്ന്. അപ്പോൾ പുതിയ ആവറേജ് എത്രയായിരിക്കും? എല്ലാറ്റിലും -2 ചെയ്തു കേട്ടോ. അപ്പോൾ പുതിയ ആവറേജ് എത്രയായിരിക്കും? പഴയ ആവറേജ്, പുതിയ ആവറേജ് എത്രയായിരിക്കും? എത്രയായിരിക്കും? എത്രയാണ്? 45 അല്ലേ. പഴയ ആവറേജ് 47ന്ന് 2നെ കോമൺ ആയിട്ട് മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടി? 45 കിട്ടി. ഇതാണ് പുതിയ ആവറേജ്. അപ്പോൾ നമുക്ക് തരുന്ന മാർക്കുകളിലോ തരുന്ന വാല്യൂസിലോ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ മൺഡേ വന്നിട്ട് 19 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്താ പറയുക, ഹീറ്റ് വന്നിട്ട് ടെമ്പറേച്ചർ വന്നിട്ട് വരുന്നത് മൺഡേ വെച്ചോളൂ. ട്യൂസ്ഡേ വന്നിട്ട് 20 ഡിഗ്രി, ഇത് വെനസ്ഡേ വന്ന് 21 ഡിഗ്രി ഉണ്ട്. ഇതിൻ്റെ ആവറേജ് എന്താണെന്ന് ചോദിക്കണം നിങ്ങളോട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ 3 വാല്യൂസിനെ ആഡ് ചെയ്ത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇതിപ്പോൾ 4ാമത്തെ ഒരു വാല്യൂ കൂടി ഉണ്ട്. അപ്പോൾ ഈ 4 വാല്യൂവും ആഡ് ചെയ്ത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 5 വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഈ 5 വാല്യൂസിനെ ആഡ് ചെയ്തിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെ ചെയ്താലാണ് നമുക്ക് ആവറേജ് കിട്ടുക. ക്ലിയർ? ഇത് ഒരു പോയിന്റ്.
ഇത് കേസ് അല്ലെങ്കിൽ പോയിന്റ് നമ്പർ 3 എന്ന് എഴുതി വെച്ചോളൂ. ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് നോക്കി പ്ലസ് നോക്കി ഇതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് പ്രോജക്റ്റ് വർക്ക് തരികയാണെന്ന് വിചാരിച്ചോളൂ. നിങ്ങൾക്ക് മലയാളം പ്രോജക്റ്റിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് 10ന് 8 മാർക്ക് കിട്ടി. പിന്നെ ഇംഗ്ലീഷ് പ്രോജക്റ്റിന് വന്നിട്ട് 10ൽ 5 മാർക്ക് കിട്ടി. മാത്സ് പ്രോജക്റ്റിൽ വന്നിട്ട് നിങ്ങൾക്ക് 10ന് 7 മാർക്ക് കിട്ടി. അപ്പോൾ മിസ്സ് പറയാണ് 10നാണ് കേട്ടോ, ഔട്ട് ഓഫ് 10നാണ് ഇത്രയും മാർക്കൊക്കെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ മിസ്സ് നിങ്ങളോട് പറയാണ് ഇതിൻ്റെ ആവറേജ് പറഞ്ഞാൽ എത്ര വരും? 8 + 5 13, 13ഉം 7ഉം 13ഉം 7ഉം എത്രയാ? 20 വന്നു. അപ്പോൾ ആവറേജ് പറഞ്ഞാൽ എത്ര വരും? ആവറേജ് വിച്ച് ഇസ് ഈക്വൽ ടു 20/3. 20/3 എത്ര വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ 20/3 എന്ന് പറഞ്ഞാൽ 6 ടൈംസ് എടുത്തു കഴിഞ്ഞാൽ 18 വരും. ബാലൻസ് 2 വരും. വീണ്ടും ഇവിടെ പോയിന്റ് ചേർത്ത് ഇവിടെ 0 ചേർത്താൽ വീണ്ടും 6 വരും. 6.66 എന്ന് വരും. ഇതാണ് ആവറേജ് കിട്ടുന്നത്. അപ്പോൾ മിസ്സ് പറയാണ് ഇപ്പോൾ 100 മാർക്കിനാണ് ഇവിടെ പറഞ്ഞത്, ഇതിനെ 50 മാർക്കിന് പറയൂ എന്ന് പറയുന്നു കേട്ടോ. എല്ലാത്തിലും അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യേണ്ടി വരും. അപ്പം ന്യൂ ആവറേജ് എത്ര എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ പഴയ ആവറേജ് കിട്ടിയില്ലേ, അതിനെ ജസ്റ്റ് 5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക, അത്ര തന്നെ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓരോരോ വാല്യൂവിനെയും 5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. ഇപ്പോൾ 8 5 40, 5 25, 7 5 35. എന്നിട്ട് ഇതൊക്കെ നിങ്ങൾ ആഡ് ചെയ്യണം. 7 10 100 കിട്ടും. 100നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയായിരിക്കും ആവറേജ് കിട്ടുക? 100നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ് കിട്ടുക? പറയൂ. ചെയ്ത് നോക്കിയിട്ട് പറയൂ. 100നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 3 പോയിന്റ് 3 പോയിന്റ് വരുമോ? 33 പോയിന്റ് എന്ന് വരുമോ? 33.33. മതി. സ്റ്റോപ്പ്. 33.33 എന്ന് കിട്ടും. ശരിയല്ലേ? ഇത് ചെയ്യണതിന് പകരം ഇപ്പം ഇതിന് ഓരോന്നായിട്ട് ഞാൻ മൾട്ടിപ്പിൾ ചെയ്തിട്ടല്ലേ ചെയ്ത്. അതിന് പകരം നമ്മുടെ പഴയ ആവറേജ് എത്രയായിരുന്നു? 6.66. അതിനെ 5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താലേ കാര്യം കഴിഞ്ഞു. അപ്പോൾ വീണ്ടും 30 ഇവിടെ 3 കിട്ടി, 30 33 ഇവിടെ 3 കിട്ടി, 30 33. ഇവിടെ 2 സ്ഥാനം തള്ളി വെച്ച് കാരണം ഇവിടെ 2 സ്ഥാനം മാറ്റിയിട്ട് ഇവിടെ പോയിന്റ് വെച്ചു. ഓക്കെ, ഇത് അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് കേട്ടോ. അവിടെ 33.33ന് 33.30 എന്ന് എഴുതി, അത് കാരണം കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ സെയിം വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് എങ്കിലും ഇതേപോലെ തന്നെ ഡിവിഷനും വരിക. അതും ഞാൻ പറഞ്ഞുതരാം വാല്യൂസ് വെച്ചിട്ട്. ഇപ്പോൾ 15 മാർക്കുണ്ട് ഒരു സബ്ജക്റ്റിൽ, ഇംഗ്ലീഷിൽ 20 മാർക്കുണ്ട്, സോഷ്യൽ സ്റ്റഡീസിൽ 30 മാർക്കുണ്ട്. ഇതിനെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയത് 65 മാർക്ക്. വേണമെങ്കിൽ ഇവിടെ 16 ആക്കാം, 66 മാർക്ക് കിട്ടി. അപ്പോൾ ആവറേജ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് 66/3 22 കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ പറയാണ് ഇതിനെ എല്ലാറ്റിനെയും അപ്പോഴും നമുക്ക് പണിയാവും. ഒരു മിനിറ്റ് കേട്ടോ, വാല്യൂ ചെറുതായിട്ടൊന്ന് മാറ്റുന്നേ. 27 33 42 ഇങ്ങനെയാണ് വാല്യൂസ് വരുന്നത്. ജസ്റ്റ് ഞാൻ ആഡ് ചെയ്യുന്നു. 12 1 6 102 വരുന്നുണ്ട്. 102നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 തവണ വരും, ബാലൻസ് 34 വരുന്നുണ്ട്. ഇതാണ് ആവറേജ് കിട്ടുന്നത്. അപ്പോൾ മിസ്സ് പറയാണ് ഇതിനെ എല്ലാ മാർക്കിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യൂ എന്ന്. അപ്പോൾ ഓരോന്നിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു എങ്കിൽ 27 ഡിവിഷൻ 3 പറഞ്ഞാൽ 9 വരും. 33 ഡിവിഷൻ 3 പറഞ്ഞാൽ 11. 42 ഡിവിഷൻ 3 പറഞ്ഞാൽ 14 വരും. വീണ്ടും ആഡ് ചെയ്തെങ്കിൽ 10 14 1 34 വരും. മനസ്സിലായ? ഇപ്പോൾ ഈ 34നെ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിപ്പോൾ പുതിയ ടോട്ടലാണ്, ന്യൂ ടോട്ടൽ മാത്രമാണ്. ഈ ന്യൂ ടോട്ടലിനെ ന്യൂ ആവറേജ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ന്യൂ ആവറേജ് കിട്ടാൻ എന്ത് ചെയ്യണം? 34നെ
3 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. എന്ത് കിട്ടുന്നോ അതാണ് ആൻസർ. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാം? ഫസ്റ്റേ നമുക്ക് ആവറേജ് കിട്ടിയില്ലേ, ആ ആവറേജിനെ ജസ്റ്റ് ഇതെല്ലാം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് കാരണം ഈ ആവറേജ് കിട്ടിയതിനെ ജസ്റ്റ് ഒന്ന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കാര്യം കഴിഞ്ഞു. മനസ്സിലായ കാര്യങ്ങൾ? പ്ലസ് ചെയ്യുന്നു, എല്ലാ സബ്ജക്റ്റിലും +3 മാർക്ക് കിട്ടിയ ഏതെങ്കിലും ഒരു മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ആദ്യം എന്ത് ആവറേജ് കിട്ടിയോ അതുകൊണ്ട് ആ പ്ലസ് മാത്രം ചെയ്താൽ മതിയാവും. ഓരോന്നിനും ചെയ്തിട്ട് പിന്നെ വീണ്ടും ആവറേജ് എടുക്കുന്നതിന് പകരം സിമ്പിളായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. ഇനി നെക്സ്റ്റ്, കണ്ടിന്യൂസ് ആയിട്ട് മാർക്കുകൾ നമ്പർ തരുവാണെന്ന് വെച്ചോളൂ. ഇപ്പോൾ 5, 6, 7, 8, 9 ഈ 5 നമ്പറിൻ്റെ ആവറേജ് എത്ര എന്ന് നിങ്ങളോട് ചോദിക്കുന്നു എന്ന് വെച്ചോളൂ. ഇതിൻ്റെ പേര് കോൺസിക്യൂട്ടീവ് എന്നാണ് പറയാം. കോൺസിക്യൂട്ടീവ് എന്ന് വെച്ചാൽ തുടർച്ചയായ, മലയാളത്തിൽ എഴുതി വെച്ചോളൂ, തുടർച്ചയായ. കോൺസിക്യൂട്ടീവ് പറഞ്ഞാൽ എന്താ? തുടർച്ചയായ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിഫറൻസ് ഒക്കെ സെയിം ആയിരിക്കും. ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് ഒക്കെ സെയിം ആണ് എങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് കോൺസിക്യൂട്ടീവ് എന്ന്. അപ്പോൾ ഇങ്ങനെ നമ്പർ തരുമ്പോൾ ഇതിൻ്റെ ആവറേജ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മിഡിലിൽ ഏത് നമ്പർ ഉണ്ടോ അതാണ് ആവറേജ്. പൊതുവേ നമ്മൾ ആവറേജ് കണ്ടെത്താനുള്ള വഴി എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ ടോട്ടൽ എടുക്കുക. 5 + 6 + 7 + 8 + 9. 5 + 6 എത്ര വരും? 11. 11 + 7 18. 18 + 8 26. 26 + 9 35 വരും. ഈ 35നെ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ സമ്മാണ് നമുക്ക് 35 കിട്ടിയത്. ആവറേജ് പറഞ്ഞാൽ എന്താ? സം ഓഫ് ദി ഒബ്സർവേഷൻ divided by number of observation. Okay, so sum of the observation ആണ് ടോട്ടൽ. എത്ര കിട്ടി? 35. നമ്പർ ഓഫ് ഒബ്സർവേഷൻ എത്രയായിരിക്കും പറയൂ? നമ്പർ ഓഫ് ഒബ്സർവേഷൻ എത്രയാ? മക്കളെ പറയൂ, നമ്പർ ഓഫ് ഒബ്സർവേഷൻ എത്രയാ? ഇവിടെ നോക്കൂ, മുന്നിൽ നമ്മൾ എന്ത് ചെയ്തു? സബ്ജക്റ്റ് എത്രയാണെന്ന് നോക്കി. 1, 2, 3. അത് കാരണമാണ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്തത്. അപ്പം അതേപോലെ ഇവിടെ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എത്രയാ? 1, 2, 3, 4, 5. 5 നമ്പറിൽ തന്നത്. സോ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ജസ്റ്റ് ഇത് ഡിവൈഡ് ചെയ്തെങ്കിൽ 35-ൽ 5 7 തവണയുണ്ട്. സോ 7 ആണ് ആൻസർ. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? നമ്പർ നോക്കുക, അത് തുടർച്ചയായ നമ്പറാണ് എങ്കിൽ, അല്ലെങ്കിൽ തുടർച്ചയായ നമ്പറാണെന്ന് എങ്ങനെ കണ്ടെത്താം? ഇതിൻ്റെ ഡിഫറൻസ് സെയിം ആണ് എങ്കിൽ നമുക്കതിനെ തുടർച്ചയായ നമ്പർ എന്ന് പറയാം. അപ്പോൾ ആ തുടർച്ചയായ നമ്പറിൽ എത്രയാണ് ആവറേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മിഡിൽ നമ്പർ എടുത്താൽ മതിയാവും. ഇപ്പോൾ ഇതിലിപ്പോൾ 5 നമ്പർ ഉള്ളത് കാരണം മിഡിൽ നമ്പർ എടുത്തു. മിഡിൽ നമ്പർ പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡും 2 കളഞ്ഞു, റൈറ്റ് സൈഡും 2 കളഞ്ഞു. അത് കാരണം 7 പിക്ക് ചെയ്തു. ക്ലിയർ? ഇതേപ്പോൾ ഞാൻ ഈ 4 നമ്പർ മാത്രം തരികയാണ്. ഇതിൽ മിഡിൽ നമ്പർ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ പകുതിയായിട്ട് മുറിക്കുമ്പോൾ ഇവിടെ 5, 6, 7, 8 രണ്ടും പോയി. മിഡിൽ നമ്പർ ഇല്ല അല്ലേ? ഇവിടെ മിഡിലിൽ നമ്പർ ഇല്ല. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 6ൻ്റെയും 7ൻ്റെയും ഇടയ്ക്ക് എന്ത് ലൈനാണ് വരിക? 6.5 വരില്ലേ? അതിനെ എഴുതി വെക്കുക. അതാണ് ആവറേജ്. അപ്പോൾ 1, 2, 3 തന്നിട്ടുണ്ട്. ഇതിൻ്റെ ആവറേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിഡിൽ നമ്പർ എന്താ? 2 അല്ലേ? ഇടയ്ക്ക് വരുന്ന നമ്പർ എന്താ? 2. ഇതാണ് ആവറേജ്. ഇതേപ്പോൾ 1, 2, 3, 4 ഇതിൻ്റെ ആവറേജ് എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് മിഡിൽ ഇല്ല അല്ലേ? ഇത്രയല്ലേ വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ എന്ത് വരും എന്ന് ചോദിച്ചാൽ 2.5 2.5 ആണ് ആവറേജ് ആയിട്ട് വരിക. ഇല്ല, ഇത് കിട്ടില്ല എങ്കിൽ ഈ 2 നമ്പറിനെ ആഡ് ചെയ്യുക. 2 + 3 ആഡ് ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 5/2 ഇതിൻ്റെ പകുതി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ 2.5 വരും. ഓക്കെ, ഇതുവരെ ഓക്കെ ആണോ? മനസ്സിലായോ കാര്യങ്ങൾ? അപ്പം എന്താണെന്നറിയോ, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് രാവിലെ തന്നിട്ടുണ്ടായിരുന്നു, മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ്. ആ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് ദയയുടെ അമ്മൂമ്മയുടെ മൊബൈലിലേക്ക് അയച്ചിട്ടുണ്ട്, അവന്തികയ്ക്ക് അയച്ചിട്ടുണ്ട്. കിഷൻ ടൂർ പോയിട്ട് വന്നിട്ട് എനിക്കത് കാണിച്ചു തരണം വെള്ളിയാഴ്ച. നോക്കൂ മക്കളെ,
വളരെ ടഫായിരിക്കും മാത്സിൻ്റെ കാര്യത്തിൽ. പക്ഷെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാത്സേ ഉള്ളൂ. ഞാൻ ക്ലാസ് എല്ലാം ഒരുവിധം എടുത്തു കഴിഞ്ഞു. നീ ഒരു 4 ടോപ്പിക്കോ 3 ടോപ്പിക്കോ വെയിറ്റ് കംപ്ലീറ്റ് ചെയ്യട്ടെ, കംപ്ലീറ്റ് ചെയ്യട്ടെ. 3-4 ടോപ്പിക്ക് തന്നെ ഉള്ളൂ ചെയ്യാൻ. എക്സാമിന് ഒന്നും വിടാൻ പറ്റില്ലല്ലോ. ഒന്നും വിടാൻ പാടില്ല, എല്ലാം ചെയ്തു നോക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ 4 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. ആ 4 സെറ്റ് എന്ന് പറയുന്നത് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ആൻഡ് ന്യൂമറിക് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ നിന്നും 4 ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻ ഓൺ ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്നും ഫ്രാക്ഷണൽ നമ്പർ ആൻഡ് ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻ, പിന്നെ ഫ്രാക്ടേഴ്സ് ആൻഡ് മൾട്ടിപ്പിൾസ് ഇൻക്ലൂഡിങ് ദെയർ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഈ ഫസ്റ്റത്തെ 4 ടോപ്പിക്കിൽ നിന്നാണ് ഞാൻ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അയച്ചു തന്നിരിക്കുന്നത്. ഓരോരോ ക്വസ്റ്റ്യൻ്റെ താഴെയും അതിൻ്റെ എന്താണ് ടോപ്പിക്കെന്നും ഞാൻ എഴുതിയിട്ടാണ് അയച്ചിരിക്കുന്നത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനെ നീറ്റായിട്ട് ഒരു നോട്ടിലേക്ക് ക്വസ്റ്റ്യൻ എഴുതുക, അതിൻ്റെ താഴെ അതിൻ്റെ വർക്കൗട്ട് ചെയ്തിട്ട് എന്ത് ആൻസർ വരുമെന്ന് എഴുതി വെക്കുക കേട്ടോ. എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ ഇത് എഴുതി വെച്ചതിൻ്റെ ശേഷം എന്നെ അറിയിക്കുക, എനിക്ക് അയച്ചു തരിക. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളൊരു ക്ലാസ് അതിൻ്റെ ഇടയിൽ കൂടെ കൊടുക്കും. ആ ക്ലാസ്സിൽ ആ ഡൗട്ട്സൊക്കെ മാത്രം ക്ലാരിഫൈ ചെയ്യാം. അത്രയ്ക്കുള്ള സമയം തന്നെ നമുക്കിനി ഉള്ളൂ. മനസ്സിലായോ? ആ സകല ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. കൃത്യമായിട്ട് നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കൃത്യമായിട്ട് അന്നന്നത്തെ ക്ലാസ്സിലത്തെ കാര്യങ്ങൾ അന്നന്ന് തന്നെ എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ നോട്ടിൽ തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഞാൻ വീണ്ടും പറഞ്ഞു, ഇനി ഒരു 10 ദിവസം തന്നെ ഉള്ളൂ. 18-ാം തീയതിയാണ് എക്സാം നിങ്ങൾക്ക് വരുന്നത്. ഇനി 10 ദിവസം തന്നെ ഉള്ളൂ. കോൾ ലെറ്റർ വന്നോ നിങ്ങൾക്ക്? ഒരു കോൾ ലെറ്റർ എന്തെങ്കിലും വന്നോ? വന്നിട്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ. വന്നു കഴിഞ്ഞാൽ എനിക്ക് ഫോട്ടോ എടുത്ത് അയക്കണം കേട്ടോ. അത് വരുന്നുണ്ടാവും. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഫോട്ടോ എടുത്ത് അയക്കണം. പിന്നെ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്ത് ചെയ്യണം? ടെസ്റ്റുകൾ വൃത്തിയായിട്ട് എഴുതുക. ഇത്രയും ദിവസം നിങ്ങൾ പഠിച്ചോ പഠിച്ചില്ലേന്ന് ഞാൻ ചോദിക്കണേ ഇല്ല. ഇനിയെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിക്കണം. ഇനി നമ്മൾ പോകുന്ന ഒരു വേ എന്ന് പറയുന്നത് ഒരു 10 ദിവസം തന്നെ ഉള്ളൂ ഇനി എക്സാമിന്. ആ എക്സാം കൃത്യമായിട്ടും ആ ഒരു പഠിത്തം എന്ന് പറയുന്നത് കൃത്യമായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ നേടാവുന്നതന്നെ ഉള്ളൂ. അപ്പോൾ കിഷാൻ മലയാളത്തിലാണ് പഠിക്കുന്നത്. ക്വസ്റ്റ്യൻസൊക്കെ മലയാളത്തിൽ തന്നെ ചെയ്ത് നോക്കുക. മനസ്സിലായോ? നിനക്ക് ഇംഗ്ലീഷിലുള്ളത് മനസ്സിലായില്ലെങ്കിൽ നീ മലയാളത്തിൽ ചോദിച്ചോ, അതിൻ്റെ മലയാള പദം പറഞ്ഞു തരാം. മനസ്സിലായോ? അല്ലെങ്കിൽ അമ്മയോട് ചോദിച്ചാൽ അമ്മ പറഞ്ഞു തരും. അവന്തികയുടെ കാര്യത്തിൽ അവന്തിക സമയം ഉണ്ടാക്കി എന്നെ പഠിക്കണം. ദയ കളിയും ചെറിയും ഒക്കെ നിർത്തുക. യൂട്യൂബിലല്ല സ്റ്റാറ്റസ് വെക്കുക, പാട്ട് പാടിയിട്ട് ഇതൊക്കെ കുറച്ച് ദിവസത്തേക്ക് മാറ്റി വയ്ക്കുക. 18-ാം തീയതിയുടെ ശേഷം നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാനൊന്നും നിന്നോട് ചോദിക്കാൻ പോകുന്നില്ല. അതിൻ്റെ മുന്നിൽ നമുക്ക് കിട്ടണം. ഈ 3 കുട്ടികളും കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് ഒന്ന് വരണം കേട്ടാ. നമ്മളൊരു ഗെറ്റ് ടുഗെദറൊക്കെ നടത്തും. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടണം എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയാണ് ഞാൻ ആ ടെസ്റ്റുകൾ അയച്ചിരിക്കുന്നത്. ചെയ്തു നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പറും പറയാം. മനസ്സിലായോ? എന്താടാ? ഇതാണ് നിന്റെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ അല്ലേ? എൻ്റെ വീട് തൃശ്ശൂർ. നിനക്കടുത്താണ്, നീ പേടിക്കൊന്നും വേണ്ട. അവർക്ക് 2 പേർക്കാണ് ദൂരം. അതൊക്കെ ഇരിക്കട്ടെ, അതൊക്കെ നെക്സ്റ്റ് പ്ലാൻ. നമുക്ക് ഈ കാര്യങ്ങൾ നമുക്ക് ആദ്യം തീർക്കാം കേട്ടോ. അപ്പോൾ പഠിക്കുമോ 3 പേരും? ഓക്കെ. അപ്പം ഞാൻ ക്ലാസ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. എന്താ വെച്ചാൽ ഈ കാര്യങ്ങൾ ഇപ്പം ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഈ PDF ഞാനിപ്പോൾ തന്നെ ഷെയർ ചെയ്യും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നല്ല വ്യക്തമായിട്ട് പഠിച്ചെടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഞാൻ സമയം തരികയാണ് ഇന്ന്. ആ സമയം കൊണ്ട് നിങ്ങളൊന്ന് ആ 4 PDF കംപ്ലീറ്റ് ചെയ്ത് അയക്കുക. ദയ, കിഷാനും അവന്തികയും എനിക്ക് മെൻ്റൽ എബിലിറ്റിൻ്റെ പേപ്പർ അയച്ചു തന്നു. ടെസ്റ്റ് ചെയ്തിരുന്ന് കൊടുത്ത ടെസ്റ്റ് അയച്ചു തന്നു. ദയ മാത്രമാണ് അയക്കാത്തതുള്ളൂ. ദയ എന്നത് നോക്കിയിട്ട് അയച്ചു തരാം. കുഴപ്പമില്ല. ഇനിയുള്ള കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യാം കേട്ടോ. ശരി, അപ്പം ഞാൻ ക്ലാസ് നിർത്തട്ടെ എന്നാ. ഓക്കെ അപ്പോൾ ബൈ. നാളെ രാവിലെ ഉണ്ടാവും കേട്ടോ. ആസ് യൂഷ്വൽ ക്ലാസ് നാളെ രാവിലെ ഉണ്ടാവും. ഓക്കെ. നിങ്ങൾക്ക് ഒരു 6 മണിക്ക് എണീക്കാൻ പറ്റുവാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു. കുറച്ച് ദിവസത്തേക്ക് മാത്രം 6 തൊട്ട് 7 വരെ ക്ലാസ് എടുക്കാമായിരുന്നു. നിങ്ങൾക്ക് പറ്റുമോ? ഇപ്പം കിഷാൻ പുറത്ത് പോകണം എനിക്കറിയാം. ദയക്കും അവന്തികയ്ക്കും പറ്റുമോ 6 മണിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ?
ഓ അല്ലെ ഞാൻ എണിപ്പിച്ച് വിടേണ്ടി വരുമോ? ഇല്ല ഇല്ല. ഒന്ന് 10 ദിവസം മാത്രമല്ലേ, ആ 10 ദിവസത്തിൽ 2 ദിവസം ലീവും പോകും, സാറ്റർഡേ സൺഡേ. സോ ഈ 10 ദിവസം മാത്രമല്ലേ, ഒരു 6 മണി തൊട്ട് 7 മണിയാണെങ്കിൽ നമ്മൾ സൂപ്പറായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. സോ എണിക്കുക, പഠിക്കുക കേട്ടോ. ഓക്കെ, ബൈ എല്ലാവർക്കും. ബൈ. കിഷാന് ഹാപ്പി ജേർണി കേട്ടോ.